മുറ്റത്ത് ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു രാമേട്ടൻ. അപ്പോഴാണ് മാളുവും അപർണയും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് അവിടേക്ക് വരുന്നത് കണ്ടത്. എന്തുപറ്റി, ഇന്നത്തെ ക്ലാസ് നേരത്തെ കഴിഞ്ഞോ? രാമേട്ടൻ ചോദിച്ചു. അപ്പോഴേക്കും അവർ രണ്ടാളും നടന്ന് ആളുടെ അടുത്ത് എത്തിയിരുന്നു. ടീച്ചർ ഇന്ന് കുറച്ച് തിരക്കില്ല, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തി. അപർണയാളാ മറുപടി പറഞ്ഞത്. മാളു വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂ തന്റെ മൂക്കിനോടടുപ്പിച്ചൊന്ന് മണത്തു നോക്കി. മുറ്റം നിറയെ പൂക്കളും ചെടികളുമാണ്. വിശ്രമജീവിതം മുന്നോട്ട് നയിക്കുന്ന രാമേട്ടന്റെയും സരസ്വതിയുടെയും സമ്പാദ്യമാണ് ഈ പൂക്കളും ചെടികളുമെല്ലാം. എന്താണ്, ഇന്ന് അകത്തുനിന്നും ആന്റിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? അല്ലെങ്കിൽ മിണ്ടിയും പറഞ്ഞുമാണല്ലോ രണ്ടാളുടെയും രാവിലത്തെ പണി നീങ്ങുക? മാളുവിന്റെ ചോദ്യം കേട്ടതും രാമേട്ടൻ മുഖം തിരിച്ച് ചെടികൾ നനയ്ക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോഴേ രണ്ടുപേർക്കും കാര്യം ഏകദേശം മനസ്സിലായി. വീണ്ടും രണ്ടാളും തമ്മിൽ അടിയായോ? രാമേട്ടൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. ഹോ, രണ്ടാളും ഇതിപ്പോ സ്ഥിരമാക്കാനുള്ള പരിപാടിയാണോ? മാളു ചോദിച്ചു. അവളാണ് മക്കളെ ഓരോന്ന് പറഞ്ഞു പ്രശ്നമുണ്ടാക്കുന്നത്. രാവിലെ ഒരു ചായ അധികം ചോദിച്ചാൽ തുടങ്ങും കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള കഥ പറച്ചില്. രാമേട്ടൻ പ്രശ്നം വിശദീകരിച്ചു. എന്താണെങ്കിലും ഉച്ചയ്ക്ക് മുന്നേ പ്രശ്നം പറഞ്ഞു തീർത്തോണം. അല്ലാതെ ഇതിന്റെ പേരിൽ ഭക്ഷണവും മരുന്നും കഴിക്കാതിരുന്നാൽ വൈകിട്ട് വന്നാൽ ഞങ്ങൾ ശരിയാക്കും രണ്ടിനെയും, മാളു പറഞ്ഞു. അവർ രണ്ടുപേരും അവരുടെ മുറിയിലേക്ക് നടന്നു. രാമേട്ടന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് മാളുവും അപർണയും താമസിക്കുന്നത്. മുകളിലേക്ക് കയറാൻ അകത്തുനിന്നും പുറത്തുകൂടെയും കോണിപ്പടി വെച്ചിട്ടുണ്ട്. ഇവർക്കുള്ള ഭക്ഷണം സരസ്വതിയുടെ വകയാണ്. രാമേട്ടന്റെയും സരസ്വതിയുടെ മക്കൾ വിദേശത്ത് സെറ്റിൽഡാണ്. അതുകൊണ്ട് തന്നെ മാളുവും അപർണയും ഇവർക്കൊരു കൂട്ടാണ്. ഇവർ ടൗണിലെ 2 കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്. ഡി, നീയൊന്ന് ഇറങ്ങുന്നുണ്ടോ? സമയം 8:30 കഴിഞ്ഞു. ഇനി ചായ കുടിച്ചിറങ്ങുമ്പോഴേക്കും ബസ് അങ്ങ് പോകും. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അപർണയെ നോക്കി മാളു ചോദിച്ചു. ഇതാ കഴിഞ്ഞു. ടേബിളിന് മുകളിലിരിക്കുന്ന ബാഗ് എടുത്ത് അവൾ വേഗം മുറിക്ക് പുറത്തേക്കിറങ്ങി. മുറിയുടെ വാതിലടച്ച് അവർ രണ്ടുപേരും താഴേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിൽ സരസ്വതി അവർക്ക് കഴിക്കാനുള്ള ചായയും ഉച്ചയ്ക്കുള്ള ലഞ്ച് ബോക്സും ശരിയാക്കി വെച്ചിരുന്നു. ഇരുവരെയും കാത്ത് സരസ്വതി അവിടെ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. കോണിപ്പടികൾ ഇറങ്ങി വരുന്നവരെ കണ്ടതും സരസ്വതിയുടെ നോട്ടം നേരെ ചുമരിലെ വാച്ചിലേക്ക് നീണ്ടു. എന്താ മക്കളെ, നേരം വൈകിയല്ലോ, വേഗം വന്നിരുന്ന് കഴിച്ചേ. ഇവളുടെ ഒരുക്കമൊന്ന് കഴിഞ്ഞിറങ്ങണ്ടേ ആന്റി? അപർണയെ നോക്കി മാളു മുഖം വീർപ്പിച്ചു. അവർ നേരെ 2 ചെയറിലിരുന്നു. സരസ്വതി അവർക്ക് വിളമ്പിക്കൊടുക്കാൻ തുടങ്ങി. 3 ദോശ വീതം 2 പേരുടെയും പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തു. മാളു പതിയെ അതിലെ ഒന്ന് തിരിച്ചു വെക്കാൻ നോക്കിയതും സരസ്വതിയുടെ ഒരു നോട്ടം കണ്ടതും അവൾ ഒരു കള്ളച്ചിരിയോടെ ആ ദോശ തിരിച്ചെടുത്ത് വേഗം കഴിക്കാൻ തുടങ്ങി. പിന്നെ ആന്റി, പുറത്തു നിൽക്കുന്ന ആൾക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നത്തെയും പോലെ വൈകുന്നേരം വരെ പിണങ്ങിയിരിക്കാതെ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ഈ സൗന്ദര്യപ്പിണക്കം മാറ്റിയേക്കണം. അല്ലാതെ ഇന്ന് ഇതിന്റെ പേരിൽ ഇന്നത്തെ ഭക്ഷണവും മരുന്നും മുടക്കിയാല്. മാളു സരസ്വതിയെ നോക്കി ഭയങ്കര ഗൗരവത്തോടെ പറഞ്ഞു. ശരി മാഡം, വേഗം കഴിച്ചിറങ്ങാൻ നോക്കൂ, സമയം പോണു. അവർ വേഗം കഴിച്ചെഴുന്നേറ്റു. സരസ്വതിയോടും പുറത്ത് തൊടിയിൽ എന്തോ പണിയിലായിരുന്ന രാമേട്ടനോടും യാത്ര പറഞ്ഞ് എന്നത്തെയും പോലെ അവരിറങ്ങി. നാട്ടിടവഴികളിലൂടെ ബുള്ളറ്റ് പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മുന്നോട്ട് നീങ്ങും തോറും തെളിഞ്ഞു വരുന്ന കാഴ്ചകൾ വിശാലിന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നതായിരുന്നു. വയലുകളും കവുങ്ങും തെങ്ങും വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും, അങ്ങനെ പല കാഴ്ചകൾ. ആ യാത്ര അവസാനിച്ചത് ഒരു വീട്ടുമുറ്റത്താണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതിനു മുന്നേ അവൻ വീടും പരിസരവും ഒന്ന് നോക്കിക്കണ്ടു. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടെന്നോണം വീടിന്റെ ഉമ്മറവാതിലിനടുത്തേക്ക് നിറവയറുമായി വന്നു നിൽക്കുന്നവളെ വിശാൽ കണ്ടു. നേർത്തൊരു ചിരിയോടെ അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു. നമസ്കാരം മിസ്സിസ് ദിവ്യ അർജുൻ. ദിവ്യ വിശാലിനെ നോക്കി ഒന്ന് ചിരിച്ചു. നമസ്കാരം, എന്താ ഇങ്ങോട്ട്? കണ്ടില്ലല്ലോ എന്ന് കരുതിയേ ഉള്ളൂ, അവൾ അവനെ നോക്കി ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പ്രത്യക്ഷപ്പെട്ടില്ലേ? അതാണീ വിശാൽ. പുറത്തു നിൽക്കാതെ ഇങ്ങോട്ടകത്തേക്ക് വയറ്. ദിവ്യ അവനെ അകത്തോട്ട് ക്ഷണിച്ചു. ഓ സോറി, കുറച്ച് ലേറ്റായി. എന്നാലും ഇരിക്കട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. അവൻ കയ്യിലുള്ള ഗിഫ്റ്റ് കവർ അവളുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ശരിക്കും ഞാൻ ആ ടൈമിൽ ഇങ്ങ് എത്തണമെന്ന് കരുതിയതാ, പക്ഷേ അവിടെ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. അത് അജുവേട്ടൻ പറയും ചെയ്തു. വിച്ചുവേട്ടന്റെ കുറവ്. നിങ്ങളുടെ പ്രണയത്തിന്റെ ആദ്യ ദൂതൻ ഞാനല്ലേ? ആരും വന്നില്ലെങ്കിലും ഞാൻ എത്തേണ്ടതായിരുന്നു. എന്നിട്ട് എവിടെ നമ്മുടെ നായകൻ? വിശാൽ ചോദിച്ചു. പാലത്തുണ്ട്. മോട്ടർ നന്നാക്കാൻ ആള് വന്നിട്ട് പോയതാ. ദിവ്യ മറുപടി പറയുമ്പോഴാണ് അവിടേക്ക് പ്രായമായൊരു സ്ത്രീ വന്നത്. അർജുന്റെ അമ്മയാണത്. അവരെ കണ്ടതും വിശാൽ അവരുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു. നീ എത്തിയെന്ന് അവൻ പറഞ്ഞു. സുഖം തന്നെയല്ലേടാ? വാത്സല്യത്തോടെ അവർ വിച്ചുവിന്റെ തലയിൽ തഴുകി. അതെ അമ്മേ. അമ്മയ്ക്കോ?
പഴയതിനേക്കാളൊന്ന് ക്ഷീണിച്ചല്ലോ ആള്. അവൻ അമ്മയെ മൊത്തത്തിലൊന്ന് വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. പഴയ സുഖങ്ങളുടെ കൂട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാ, ഞാൻ ചായ തരാം. അജു പാടത്തുണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ അവനെ ഒന്ന് കാണട്ടെ, പിന്നെ ചായയല്ല, ഇന്ന് ഊണും കഴിച്ചിട്ടേ പോണുള്ളൂ. ചേച്ചിയമ്മോട് അതും പറഞ്ഞ ഇറങ്ങിയത്. അതിനെന്താ, നിനക്കും അവനും ഒരുപാട് വെച്ച് വിളമ്പി തന്നതല്ലേ? അവർ പഴയ ഓർമ്മകളിൽ പറഞ്ഞു. വിച്ചു അവിടെ നിന്നും നേരെ പാടത്തേക്കാണ് പോയത്. അജുവിന്റെ വീടിന്റെ പുറകുവശത്തായുള്ള തെങ്ങും കവുങ്ങും വാഴയുമെല്ലാം വിളഞ്ഞുകിടക്കുന്ന പറമ്പിന്റെ അവസാനമാണ് പാടം തുടങ്ങുന്നത്. വിച്ചു കൊടുത്തിരുന്ന കാവിമുണ്ടു മടക്കി കുത്തി ആ പറമ്പിലേക്കിറങ്ങി. നന കഴിഞ്ഞിട്ട് അധിക നേരമായിട്ടില്ല. വല്ലാത്തൊരു തണുപ്പും ഈറൻ മണ്ണിന്റെ മണവും അവൻ ആസ്വദിച്ചു മുന്നോട്ട് നടന്നു. പാടത്തേക്കിറങ്ങിയപ്പോഴേ കണ്ടു, കുറച്ചങ്ങോട്ട് മാറിയുള്ള തോട്ടിൽ കരയിൽ മോട്ടർ നന്നാക്കാൻ വന്ന ആളോടൊപ്പം നിൽക്കുന്ന അജുവിനെ. വിശാൽ കൈ രണ്ടും വായോടടുപ്പിച്ച് നീട്ടിയൊന്ന് കൂവി. ആ ശബ്ദം കേട്ടെന്നോണം അജുവും കൂടെയുള്ള ആളും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. കുറച്ചു മാറി നിൽക്കുന്ന വിച്ചുവിനെ അവർ കണ്ടു. അജു അപ്പോൾ തന്നെ കൈ ഉയർത്തി വിച്ചുവിനെ അവിടേക്ക് വിളിച്ചു. അവൻ നിൽക്കുന്നിടം ലക്ഷ്യം വെച്ച് അവിടേക്ക് നടന്നു. വിച്ചു അടുത്തേക്കെത്തിയതും അജു അവനെ സന്തോഷത്തോടെ ഇറുക്കി പുണർന്നു. അവൻ തിരിച്ചു. 3 വർഷം, നീ ഒന്നൂടെ ഗ്ലാമർ ആയിട്ടുണ്ടല്ലോടാ ചെക്ക. അജു അവന്റെ വയറിലൊന്ന് തട്ടി. അതെ അതെ, എന്തുപറ്റി? പമ്പ് സെറ്റ് പണിയാന്നോ? വിച്ചു അടുത്തു വെച്ചിരിക്കുന്ന മോട്ടറിലേക്ക് നോക്കി ചോദിച്ചു. ഇവൻ ഇടയ്ക്ക് ഈ സുരേഷിനെ കണ്ടില്ലെങ്കിൽ എന്തോ ഭയങ്കര ക്ഷീണാണ്. മോട്ടർ നന്നാക്കുകയായിരുന്ന സുരേഷ് കയ്യിൽ പറ്റിയ ഗ്രീസ് തുടച്ച് അവരുടെ അടുത്തേക്ക് വന്നു. ഞാനിതൊന്നും മാറ്റാൻ ഇവനോട് എത്രയായി പറയണതാ. പാവം, വയസ്സായിട്ടും ഇവൻ അതിനെ വെറുതെ വിടണ്ടേ? സുരേഷ് പറഞ്ഞു. അതെ, തോട്ടത്തിലെ മോട്ടർ മാറ്റിയതിന്റെ ക്ഷീണം ഒന്ന് മാറട്ടെ, എന്നിട്ട് നോക്കാം. അജു സുരേഷിനെ നോക്കി പറഞ്ഞു. എന്തായി, കഴിഞ്ഞോ? വിച്ചു സുരേഷിനെ നോക്കി ചോദിച്ചു. ഞാനൊന്ന് ഓൺ ചെയ്യാം. സുരേഷ് അതും പറഞ്ഞ് മോട്ടോർ റൂമിലെ ചുമരിലെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതും ചെറിയൊരു ശബ്ദത്തോടെ മോട്ടോർ സ്റ്റാർട്ടാവുകയും പാടത്തേക്ക് ശക്തിയിൽ വെള്ളം ഒഴുകുകയും ചെയ്തു. കണ്ടോടാ അവന്റെ പവറ്, ഏത് പുതിയതിന് കിട്ടുമെടാ ഈ വർക്കിങ്? അജു പറഞ്ഞു. ഞാനെന്നാ ചെല്ലട്ടെ, കടയിൽ ആളില്ല. നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, കാണാം. സുരേഷ് പോകാൻ തയ്യാറായി. എന്നാ ശരി, ഞാൻ വൈകിട്ട് കടയിലോട്ട് വരാം, അജു പറഞ്ഞു. സുരേഷ് ടൂൾ ബോക്സും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി. നീ വാ, നമുക്കവിടെ ഇരിക്കാം. അജു വിശാലിനെയും കൂട്ടി പാടത്തിന്റെ ഓരത്തായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കാവൽ മാടത്തിനടുത്തേക്ക് നടന്നു. അവിടെ ഇരുന്നാൽ പാടം മുഴുവനായും കണ്ണെത്തും. അവരിരുവരും അതിലേക്കിറങ്ങിയിരുന്നു. ഈ കാണുന്ന പാടവും അതിനോട് ചേർന്നുള്ള പറമ്പും അജുവിൻ്റേതാണ്. മണ്ണിൽ പണിയെടുക്കുന്നവനാണ് അജു. അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു. അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അമ്മയും അനിയത്തിയും അടങ്ങുന്ന തന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ഇനി താൻ മാത്രമാണെന്ന് മനസ്സിലാക്കിയ അവൻ പഠിപ്പ് പാതി വെച്ച് അവസാനിപ്പിച്ച് അച്ഛന്റെ പാത പിന്തുടർന്നു. 10 സെന്റ് കൃഷിയിടവും 2 കണ്ടവും 1 പശുവുമായി തുടങ്ങിയ അവൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 5 ഏക്കർ കൃഷിസ്ഥലവും പാടവും 5-ലധികം പശുക്കളുമായിട്ടാണ്. പാടത്തു നിന്നും വീശിയടിക്കുന്ന കാറ്റിനെ കണ്ണുകളടച്ച് ആസ്വദിച്ചു വിശാലിരുന്നു. എന്താടാ, നൊസ്റ്റാൾജിയയിലാണോ? അത് കണ്ട അജു ചെറുചിരിയോടെ ചോദിച്ചു. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീല്, കുറച്ച് പുറകിലേക്ക് പോയ പോലെ. പുറകിലേക്ക് ചാരാൻ വേണ്ടി കവുങ്ങ് കീറി ഉണ്ടാക്കിയതിലേക്ക് ചാരിയിരുന്ന് അവൻ പറഞ്ഞു. ഇവിടെ ഒരു മാറ്റവുമില്ലല്ലേ, എല്ലാം പഴയ പോലെ. ഒരു മാറ്റമുണ്ട്. ഞാനും അമ്മയും മാത്രമുണ്ടായിരുന്ന വീട്ടിൽ ഇപ്പോൾ ഒരാളുകൂടെ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരാളുടെ കൂടെ ആകും. എന്തായി ദിവ്യയുടെ വീട്ടിലെ കാര്യം? അയഞ്ഞോ അവര്? അവൻ അജുവിനെ നോക്കി ചോദിച്ചു. എവിടുന്ന്? അവരുടെ കണ്ണിൽ ഞങ്ങൾ ഇപ്പോഴും അടിയാളരാ. പറയുമ്പോൾ അജുവിന്റെ ഉള്ളം നീറുന്നത് വിച്ചുവിനറിയാമായിരുന്നു. ഞാൻ എത്ര തവണ അവളുടെ അച്ഛനോട് സംസാരിച്ചെന്നോ. ആർക്ക് കെട്ടിച്ചു കൊടുത്താലും ഇവിടുത്തെ പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്നവരുടെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ മോളെ അയക്കില്ല എന്ന് അങ്ങേര് പറഞ്ഞത്. അവസാനം ദിവ്യയെ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളത് ചെയ്തത്. എല്ലാരും പറയുന്ന പോലെ ചിലപ്പോൾ ഒരു കൊച്ചു വന്നാൽ എല്ലാം ശരിയാവുമായിരിക്കും. എല്ലാം ഓക്കെ ആവും. സത്യം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ എനിക്ക് ശരിക്കും അസൂയ തോന്നും. അന്നും ഇന്നും ഒരേപോലെ. എനിക്കാണെ അവിടെ മടുത്തു തുടങ്ങി. ഈ നാടും നിങ്ങളെയും ചേച്ചിയമ്മയെയും വീട്ടു പോകാൻ തീരെ മനസ്സില്ലടാ. അജു അവന്റെ സംസാരം കേട്ട് ഒന്ന് ചിരിച്ചു. എന്താ നീ ചിരിക്കണേ? ഒന്നുമില്ല, ഇവിടെയുള്ള ചെറുക്കന്മാര് മൊത്തം ജർമ്മനി കാനഡ പറഞ്ഞു നടക്കണപ്പോഴാ നീ നാട്ടിൽ വന്ന് സെറ്റിലാകണമെന്ന് പറയണേ. ഞാനൊന്ന് നോക്കാം നമ്മുടെ ഇവിടെ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഡാ, നീ ഒന്ന് ചുമ്മാതിരുന്നേ. ഞാൻ ഇങ്ങനെയൊക്കെ സുഖമായി കഴിയുന്നത് നിനക്ക് പറ്റുന്നില്ലല്ലേ? എന്നാ പിന്നെ കല്യാണം പിന്നെ കഴിക്കാം. ഇപ്പോൾ തൽക്കാലം ഊണ് കഴിച്ചാലോ? നല്ല വിശപ്പുണ്ട്. അജു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അങ്ങനെ വല്ലതും പറ, വാ പോകാം.
ഇരുവരും പാടത്തിന്റെ ഓരത്തായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കാവൽ മാടത്തിൽ നിന്നും ഇറങ്ങി വരമ്പിലൂടെ നടന്നു നീങ്ങി.